ആണിനെ പെണ്ണാക്കുന്ന വ്യാജന്മാർ നാട് ഭരിക്കുന്നിടത്ത് വിശ്വാസി സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ശതം സമർപ്പയാമിയുടെ പേരിൽ നടക്കുന്ന വ്യാജ വാർത്തയോട് ഭക്തർക്ക് മുൻകരുതൽ നൽകിക്കൊണ്ടാണ് സുരേന്ദ്രന്റെ വാക്കുകൾ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കമ്മികളും സുഡാപ്പികളും സംയുക്തമായി നടത്തുന്ന പിതൃശൂന്യ സൈബർ പ്രചാരണം മനസ്സിലാക്കാനുള്ള കഴിവ് വിശ്വാസി സമൂഹത്തിനുണ്ടെന്നറിയാമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. ശബരിമല വിവാദത്തിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ശതം സമർപ്പയാമി ധനസമാഹരണം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കമ്മികളും സുഡാപ്പികളും സംയുക്തമായി നടത്തുന്ന പിതൃശൂന്യ സൈബർ പ്രചാരണം മനസ്സിലാക്കാനുള്ള കഴിവ് വിശ്വാസി സമൂഹത്തിനുണ്ടെന്നറിയാം. ഒരാൾ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിവിടെ കുറിക്കുന്നത്. പിണറായി വിജയനെതിരെ ആരെങ്കിലും വല്ലതും മൊഴിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും കേസെടുക്കാനും മാത്രമുള്ളതാണല്ലോ ഇവിടുത്തെ പോലീസിന്റെ സൈബർ സെല്ലും. തെറ്റായ പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുക. ഓരോ ചില്ലിക്കാശും വിലപ്പെട്ടതാണ്. അത് സത്യവും ധർമ്മവും നിലനിർത്താൻ, വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ മാത്രമായി വിനിയോഗിക്കുക. ശതം സമർപ്പയാമിയുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്പർ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആണിനെ പെണ്ണാക്കുന്ന വ്യാജന്മാർ നാട് ഭരിക്കുന്നിടത്ത് വിശ്വാസി സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചതിന് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള അക്രമങ്ങളാണ് നടന്നത്. 3 മാസത്തിനിടെ 6794 പ്രതികളാണ് അക്രമ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതും കേസിൽ അകപ്പെട്ടതുമെന്ന് ഇന്ന് പോലീസ് സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ശബരിമലയെ രക്ഷിക്കാനെത്തിയ കർമ്മഭടന്മാർ പലരും ജയിലിലാണ്. ഒരു 100 രൂപയെങ്കിലും അവരെ രക്ഷിക്കാൻ ഉപയോഗിക്കൂവെന്നാണ് ശശികലയുടെ വീഡിയോയിൽ പറയുന്നത്. ശബരിമലയിൽ അക്രമം അഴിച്ചുവിട്ട സംഘപരിവാറിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചപ്പോഴാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കേസിൽ കുരുങ്ങിയത്. ജയിലിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ ഏവരും പണം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം ശബരിമലയിൽ തീർത്ഥാടകർ ആരും കാണിക്കയിടരുതെന്നും അത് ദേവസ്വം ബോർഡിനും അതുവഴി സർക്കാരിനും പോകുമെന്നാണ് ശോഭാ സുരേന്ദ്രനും രാഹുൽ ഈശ്വരും ശശികലയുമെല്ലാം ഈ തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ ആവശ്യപ്പെട്ടിരുന്നത്. പണത്തിന് പകരം സ്വാമി ശരണം എന്നെഴുതിയ പേപ്പറുകൾ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കാനും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ നിറയുകയാണ്. ശതം സമർപ്പയാമി എന്ന ഓമന പേരിട്ട് സംസ്കൃതത്തിൽ തെണ്ടാനിറങ്ങിയിരിക്കുകയാണ് സംഘപരിവാറുകാർ എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. അതേസമയം ശബരിമല ദർശനത്തിനായി കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളി. പത്തനംതിട്ടയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹർജി തള്ളിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.